ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ബ്രേസ്ലെറ്റുകൾ എങ്ങനെയുണ്ട്? ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു വർക്കായിരുന്നു. രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സെയിം കളറിലും സെയിം ഡിസൈനിലുള്ള രണ്ട് ബ്രേസ്ലെറ്റുകളും അതുപോലെ രണ്ട് ഹെയർ ബാൻഡുകളാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മേക്കിംഗ് കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡും സ്റ്റോൺ ബോളും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണിത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു സെയിം കളറിൽ വരുന്ന രണ്ട് ഹെയർ ബാൻഡും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. സാറ്റിൻ റിബൺ ഇതുപോലെ നമ്മൾ 1 മീറ്റർ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ നൂലൊക്കെ പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ടൊരു സൂചി എടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു നൂല് കോർത്തെടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ റിബണിലൂടെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മുകളിലേക്കും താഴേക്കുമായിട്ട് വലിയ വലിയ സ്റ്റിച്ചുകളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഒരു റിബണ് ഫുള്ളായിട്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു റിബണ് ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് മെറ്റീരിയലുള്ള ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. 20 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ റിബണ് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൂചിയെ ഇതുപോലെ വലിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ റിബണിനെ ഈ ഒരു നൂലിൻ്റെ അറ്റത്തേക്കാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നൂലിൻ്റെ അറ്റത്തായിട്ട് ഫസ്റ്റിലാ കെട്ടിട്ട ഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ശേഷം ആ രണ്ട് നൂലുകൾക്കിടയിലൂടെ നമ്മുടെ സൂചിയെ ഇതുപോലെ നമ്മളൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൂചിയെ ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് നൂലിൽ ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നൂല് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ വലിച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ലോക്കിടുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ 3 ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫ്ലവറിൽ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ സ്റ്റോണായിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമ്മൾ 3 ഫ്ലവറിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിന് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സിൽവർ കളറിലുള്ള ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മുടെ ഫ്ലവർ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം റിബൺ തന്നെ ചുറ്റിയെടുക്കാം. 1 മീറ്റർ അളവിലുള്ള റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഹെയർ ബാൻഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം റിബൺ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും റിബൺ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിബൺ ഇതുപോലെ ചുറ്റിയിട്ട് ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് ആക്കി കൊടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത് പകരം നമുക്ക് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഒട്ടിച്ചെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലൂ ഹെയർ ബാൻഡ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. ബ്ലാക്ക് ഉണ്ട്, പക്ഷേ ബ്ലാക്കിൽ ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ റിബണ് ചുറ്റിയെടുത്തിട്ട് ചെയ്യാമെന്ന് കരുതി. ഇതുപോലെ ഹെയർ ബാൻഡിൽ ചുറ്റിയെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റിബൺ ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ റിബണ് ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചുറ്റുന്ന സമയത്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ നിന്നും ഇതുപോലെ ഒരു വശത്തേക്കായിട്ടാണ് ഫ്ലവർ ഒട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് നീങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഫസ്റ്റിലെ ഫ്ലവർ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഫ്ലവർ ഒട്ടിക്കാനായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം ആ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ളൊരു പേപ്പർ ക്യാൻവാസിൽ നിന്നും ഈ ഒരു ഷേപ്പിലായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഇതിന് താഴെയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ ഇതിന്ന് പെട്ടെന്ന് പറഞ്ഞ് പോരാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫെൽ ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ എൻഡ് ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു എൻഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.